നമസ്കാരം. നല്ല വാർത്തകളും വിശേഷങ്ങളുമായി സി പോസിറ്റീവിലേക്ക് സ്വാഗതം. സി പോസിറ്റീവിൽ ആദ്യം തന്നെ അതിഥിയുടെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. 2023 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അഭിനയത്തിലുള്ള പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹനായ സുധി കോഴിക്കോടാണ് ഇന്നത്തെ അതിഥി. ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ ദി കോർ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് സുധിയെ തേടി അവാർഡ് എത്തിയത്. അഭിനയ ജീവിതത്തിലെ ഒരുപിടി നല്ല മുഹൂർത്തങ്ങൾ സി മലയാളം ന്യൂസുമായി പങ്കുവെക്കാൻ ഇന്ന് നമുക്കൊപ്പം അദ്ദേഹം ചേരുന്നുണ്ട്. സ്വാഗതം സി പോസിറ്റീവിലേക്ക്. കാതൽ കണ്ടവരെല്ലാം അന്വേഷിക്കുന്നത് ഒരാളെയായിരുന്നു. കാരണം സിനിമയിൽ തങ്കനെ അവതരിപ്പിച്ചത് ആരാണെന്നുള്ള ഒരു ചോദ്യമായിരുന്നു ആദ്യം ഉയർന്നത്. കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിയായ സുധിയാണ് തങ്കനായി എത്തിയത്. അത് പ്രത്യേകിച്ച് മലയാളികൾക്ക് അത്ര പരിചിതമല്ലായിരുന്നു. പക്ഷേ ഈ തങ്കനായി എത്തിയതിനു ശേഷം ഇപ്പോൾ മലയാളികളുടെ ഇടയിൽ അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ അവാർഡും കൂടി എത്തി. അപ്പോൾ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. 2008 മുതലാണ് മലയാള സിനിമയിൽ ചെറുതും വലുതുമായി നിരവധി വേഷങ്ങൾ ചെയ്ത സുധിയുടെ 43ാം ചിത്രമാണ് കാതൽ. സിനിമാ ജീവിതത്തിൽ ഇപ്പൊ തങ്കമായല്ലേ ആ ഒരു വേഷം? തീർച്ചയായിട്ടും ചോദിക്കാനുണ്ടോ? തങ്കനാണ് എനിക്ക് എല്ലാം തോന്നുന്നത്. ഈ അവാർഡ് വരെ ആണല്ലോ തങ്കൻ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് വേണം അഭിനയ ജീവിതത്തില്. അത്ര കാലത്ത് എൻ്റെ ഒരു സിനിമയ്ക്ക് പുറകുള്ള യാത്രയിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയ വേഷം തീർച്ചയായിട്ടും ഹൃദയത്തോട് ചേർത്ത് വെച്ച വേഷം. ഈ കാതൽ ആ ഒരു സിനിമ നമുക്കറിയാം, ജിയോ ബേബി ആണ് ആ സിനിമ സമ്മാനിച്ചത്. അല്ലെങ്കിൽ ആ ഒരു വേഷം അദ്ദേഹവുമായുള്ള ഒരു ബന്ധം തന്നെയാണ് ഈ തങ്കനെ ഇത്രയധികം ഭംഗിയായി ഫ്രെയിമിൽ എത്താൻ സാധിച്ചത്. ആ ഒരു കൂട്ടുകെട്ട് അത് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യവും. അതെ അതെ, തീർച്ചയായിട്ടും ജിയോയിട്ടുള്ള സൗഹൃദമാണ് എന്നെ സംബന്ധിച്ച് ആ സിനിമയിലേക്ക് ഞാൻ എത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ജിയോ പറയുന്നത് സ്ക്രിപ്റ്റ് കേട്ട മുതൽ അതുവരെ ഞാൻ തന്നെയായിരുന്നു മനസ്സിൽ. ഷൂട്ട് ചെയ്യുന്ന സമയം വരെ ഞാനല്ലാതെ വേറൊരു മുഖമില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. അതിന്റെ കാര്യം ഞാൻ വിചാരിക്കുന്ന സൗഹൃദമാണല്ലോ. ജിയോയുടെ സൗഹൃദ വലയത്തിൽ ഞാൻ ഉണ്ടായത് കൊണ്ടാണ് എന്നെ പെട്ടെന്ന് ആലോചിക്കാൻ കാരണം എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു പ്രത്യേകത എന്നാൽ മമ്മൂട്ടി അതാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. നമുക്കറിയാം, എല്ലാവരും ഒന്ന് കാണാൻ കൊതിക്കുന്ന, അല്ലെങ്കിൽ ഒന്ന് ദൂരെ നിന്നെങ്കിലും കാണാൻ കൊതിക്കുന്ന ഒരു വ്യക്തിയാണ്. സിനിമാ മേഖലയിലുള്ള ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടി അഭിനയിക്കണം എന്നുള്ള ഒരു മോഹമായിട്ട് നടക്കുന്ന ആളുകളായിരിക്കും മിക്ക കലാകാരന്മാരും. എങ്ങനെയായിരുന്നു അദ്ദേഹവുമായിട്ടുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ്? മമ്മൂക്കയായിട്ട് എനിക്ക് നേരത്തെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. വലയിൽ മണിക്കം എന്ന സിനിമയിലൂടെയാണ് മമ്മൂക്കയായിട്ട് ഞാൻ ആദ്യം ഒരു സ്ക്രീൻ സ്പേസ് പങ്കിടാനുള്ള ഒരു അവസരം കിട്ടുന്നത്. അതിൽ കുറെ ദിവസം മമ്മൂക്കയുടെ സെറ്റിലുണ്ടായിരുന്നു. എഡിറ്റിംഗ് ടേബിളിൽ സിനിമയിലെ ആ പോർഷൻസ് ഒക്കെ പോയെങ്കിലും സെറ്റിൽ മമ്മൂക്കയുടെ ഒത്തുള്ള ഒരു എക്സ്പീരിയൻസ് എന്നുള്ളത് വിലപ്പെട്ടതാണല്ലോ അത്. അപ്പം അങ്ങനെ ഒരു മമ്മൂക്കയുടെ ഒത്ത് അഭിനയിക്കാനുള്ള ഒരു പേടി കുറച്ച് അപ്പൊ തന്നെ പോയിട്ടുണ്ടായില്ല എനിക്കത്. ശേഷം ഞാൻ ബാബുട്ടിയുടെ നാമത്തിൽ നിന്നൊരു പടം ഒരുമിച്ച് ചെയ്തു. അങ്കിൾ എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പക്ഷെ എൻ്റെ ഒരു ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ചാൽ ഞാൻ മമ്മൂക്കയുടെ ഓപ്പോസിറ്റ് ഇരുന്ന പാർട്ട്ണറായിട്ടുള്ള വേഷം എന്നുള്ളത് അത് മമ്മൂക്കോട് നീതി പുലർത്തണമല്ലോ. മമ്മൂട്ടി കമ്പനീനെ കാസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ റൈറ്റേഴ്സിനും ഞാൻ പുതിയ ആളായിരുന്നു. അപ്പൊ അവരോടൊക്കെ ഒരു നീതി പുലർത്തണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അത് മാത്രമായിരുന്നു എനിക്കുള്ളൊരു എന്തെങ്കിലും ടെൻഷൻ എന്ന് പറഞ്ഞാൽ. ബാക്കി ജിയോന്റെ സെറ്റ് ആയത് കാരണം എനിക്കത് പ്രശ്നം ഉണ്ടായിട്ടില്ല. മറ്റ് വേറെ രീതിയിൽ ഇൻഹിബിഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. തീർച്ചയായും സെറ്റിലെ ഒരു വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ സിനിമ കാണുമ്പോൾ തന്നെ ആ കാർ ഓടിച്ചു പോകുന്ന, അല്ലെങ്കിൽ ആ മഴയത്തൊക്കെ വണ്ടിയിൽ പോകുമ്പോൾ മമ്മൂട്ടിയുമായിട്ടുള്ള ഒരു ഐ കോണ്ടാക്ട്, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കഥകൾ ആ ഒരു സിനിമയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. ഒരുപാട് ആളുകളുടെ ഒരു മുഖമായി തന്നെയാണ് തങ്കൻ എന്നൊരു കഥാപാത്രം സിനിമയിൽ നിൽക്കുന്നത്. ഈ തങ്കനായി എത്തുമ്പോൾ തന്നെ ഒരുപാട് പഠനങ്ങൾ നടത്തേണ്ടി വരും. കാരണം ആ ഒരു ഗേ എന്നുള്ള ഒരു ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും. എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പഠനങ്ങളൊക്കെ നടത്തിയത്? ജിയോ തന്നെ ആയിരുന്നു അതിന്റെ കാരണക്കാരൻ. ജിയോ പറഞ്ഞു തന്നു കുറെ ക്യാരക്ടറിനെ കുറിച്ച്. പിന്നെ അതിന് റെഫറൻസ് ആയിട്ട് ഒരു ബുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ DC ഇറക്കിയ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. അത് എടുത്തു വായിച്ചു. പിന്നെ അപ്പം ജിയോ പിന്നീട് പറയുന്ന കാര്യങ്ങൾ എനിക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാനായി. പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനായി എന്നുള്ളതാണ്. പിന്നെ ഞാനായിട്ട് അവര് ക്യാരക്ടർ നോട്ട് തന്നിരുന്നു റൈറ്റേഴ്സ് എനിക്ക്. കൂടാതെ അപ്പൊ പിന്നെ ഞാനായിട്ട് കുറച്ച് വർക്ക് ചെയ്ത് വെക്കുകയും ചെയ്തു. അപ്പം ആ സമയത്ത് പിന്നെ നമ്മൾ സെറ്റിൽ എങ്ങനെ പോയി നിന്നാൽ
തന്നെ പിന്നെ നമ്മൾ ആ സിറ്റുവേഷനോട് ബിഹേവ് ചെയ്താൽ തന്നെ നമ്മൾ അതായി അങ്ങനെ മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ അവർ മാറ്റിയെടുത്തു എന്ന് തന്നെ പറയാം. തീർച്ചയായും അതിലെ ഇപ്പോൾ ഈ അവാർഡ് വന്നപ്പോൾ ഉണ്ടായ ഒരു മാറ്റം, അല്ലെങ്കിൽ സുധി എങ്ങനെയായിരുന്നു അതിന് പ്രതീക്ഷിച്ചിരുന്നോ? അവാർഡ് വന്നപ്പോൾ എങ്ങനെയായിരുന്നു ഒരു റെസ്പോൺസ് ഒക്കെ? അവാർഡ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവാർഡ് വന്നപ്പോഴുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് കാതൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ അവാർഡ് വന്നപ്പോൾ ഇങ്ങനെ ഒരാൾ ഉണ്ട് എന്നുള്ളത് കുറച്ചു പേർ കൂടി മനസ്സിലാകാനുള്ളൊരു സാധ്യത കൂടി വന്നു എന്ന് മനസ്സിലാകുന്നു. അവാർഡ് ഒട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ആദ്യം നന്നായിട്ട് നന്നായി ചെയ്തിട്ടുണ്ട് എന്നൊക്കെ എപ്പോഴും അവാർഡ് എന്നുള്ളത് ഒരുപാട് സിനിമകൾ മത്സരിക്കുന്നതാണല്ലോ അവാർഡിലേക്കൊക്കെ. അപ്പൊ ആ തരത്തിലേക്ക് നമ്മളെ കൺസിഡർ ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ കാതലിന് എന്തെങ്കിലുമൊക്കെ മറ്റ് അവാർഡുകളൊക്കെ ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നി. പേഴ്സണലി എനിക്ക് ആ മ്യൂസിക്കിന് അവാർഡ് കിട്ടുന്ന പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം എന്നെ ഭയങ്കര സ്റ്റിൽ എന്നെ ഹോണ്ട് ചെയ്യുന്ന BGMs ആണ് ഇതിലുള്ളത്. ഒറിജിനൽ സ്കോർ മാത്യു പുളിക്കൻ ചെയ്ത് അതൊക്കെ എന്നെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് സന്തോഷം നൽകുന്ന കാര്യം. മാത്രമല്ല റൈറ്റേഴ്സിന് കിട്ടുക, അവരെ കൂടി ആദ്യ സിനിമയാണ് ശരിക്കും കാതൽ. അവരാദ്യം എഴുതി വെച്ച സിനിമയാണ് കാതൽ. അപ്പം അങ്ങനെ ഒത്തിരി സന്തോഷം. ബാക്കി എല്ലാവർക്കും അങ്ങനെ കാതലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും കിട്ടുന്ന അവാർഡ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു കുടുംബം പോലെ ആയത് കാരണം നമുക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യമാണ്. മമ്മൂട്ടി വിളിച്ചിരുന്നോ? മമ്മൂക്ക ജോർജേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മമ്മൂക്ക ഷോട്ടിലായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ ജോർജേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് മമ്മൂക്കയോട് സംസാരിക്കല്ല, കണ്ട് നേരിൽ കാണണം, ഞാൻ നാളെ നേരിട്ട് വന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ മമ്മൂക്ക അതിന് അനുവാദം തന്നു. അങ്ങനെ ഞാൻ എറണാകുളം പോയി ഇപ്പം നടക്കുന്ന പടത്തിൽ ലൊക്കേഷനിൽ പോയി മമ്മൂക്കയെ നേരിട്ട് ഞാനും ഡയറക്ടേഴ്സും ഞങ്ങൾ ഈ കാതൽ സംഘവും ഒരുമിച്ച് പോയിട്ട് കണ്ടു. തീർച്ചയായും നമ്മൾ അതിൽ ജ്യോതികയൊക്കെ വരുമ്പോൾ നമ്മൾ ജ്യോതികയിലേക്കായിരിക്കും കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ സിനിമ കഴിഞ്ഞതിന് ശേഷമാണ് അതിലെ ഒരു പ്രധാന വേഷങ്ങൾ ആരാണ് എന്നുള്ളത് സിനിമ കാണുന്നവർക്ക് മാത്രമേ വ്യക്തമാകുള്ളൂ. കാരണം പോസ്റ്ററൊക്കെ കാണുമ്പോൾ പോലും നമുക്കതിൻ്റെ ഒരു ക്ലൂ പോലും ലഭിക്കുന്നില്ല. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ രഹസ്യം ഇങ്ങനെ മനസ്സിൽ സൂക്ഷിച്ചത്? കാരണം അതിൻ്റെ ഒരു പ്രധാന ഹിന്റാണ് തങ്കൻ എന്നൊരു വ്യക്തി. അത് മനസ്സിൽ കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് കുറച്ച് ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയായിരിക്കില്ലേ? അല്ല, എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ അത് സിനിമയുടെ പുറകെ നടക്കുന്ന ഒരു കാലം മാത്രം ഉള്ളത് കൊണ്ട് അങ്ങനെ എനിക്ക് ബ്രേക്കും വേഷം വരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് മനസ്സിൽ കൂടി ഒരു കാര്യം ഒളിപ്പിച്ച് വെക്കാൻ കഴിയില്ല. അപ്പോൾ ജിയോ എനിക്ക് സ്ട്രിക്ട്ലി എന്നെ വാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒന്നും പറയരുത്, ഹൈഡ് ചെയ്ത് വെക്കുകയാണ് ചേട്ടന എന്നുള്ളത്. അപ്പം ഞാനത് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിനിടയിൽ ഒരു പോസ്റ്റ് ഇട്ടതൊക്കെ ഒരു ഇതായിരുന്നു അല്ലേ, ഫോട്ടോ? അത് നമ്മുടെ സ്വിച്ച് ഓൺ ആണ്. നമ്മുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഞാനിതുപോലെ പബ്ലിസിറ്റിയിൽ വരണ്ട എന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കുകയായിരുന്നു. ആ സമയത്ത് മമ്മൂക്ക അടുത്തേക്ക് വിളിച്ച് നിൽപ്പിക്കുന്നു. കുറെ വീഡിയോസ് വരുന്നു, അതിന്റെ ഫോട്ടോസ് വരുന്നു. അപ്പൊ ഞാൻ ആ ഒരു എക്സൈറ്റ്മെന്റിൽ അന്ന് എന്തായാലും പബ്ലിക് ആയല്ലോ. ആ സമയത്ത് അന്ന് രാത്രി ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ഇട്ടു. അത് മാത്രമേ ഇട്ടുള്ളൂ. അപ്പം ജിയോ അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു ഡിലീറ്റ് ചെയ്യാം, ബാക്കിയെല്ലാം ഡിലീറ്റ് ആയിട്ട് ഇൻസ്റ്റയിലുള്ള അവിടെ കടന്നോട്ടെന്ന് പറഞ്ഞു. ബാക്കിയൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു. തീർച്ചയായും പറഞ്ഞു വന്നപ്പോൾ തന്നെ 2008 മുതലാണ് മലയാള സിനിമയിൽ കുറേയധികം വേഷങ്ങൾ ചെയ്തിരുന്നത്. ഇപ്പോൾ ഇത് 43ാം സിനിമയാണ്. അതിനൊക്കെ അപ്പുറത്ത് കോഴിക്കോടൻ നാടകവേദി അതൊരു പ്രധാന ഒരു ഘടകം തന്നെയാണ് സുധി എന്നുള്ള കലാകാരനെ സംബന്ധിച്ചിടത്തോളം. എങ്ങനെയായിരുന്നു കോഴിക്കോടൻ കലാവേദിയും ഇപ്പോഴുള്ള പ്രവർത്തനങ്ങൾ? കോഴിക്കോട് നാടകവേദി എന്നുള്ള ഞാൻ കോഴിക്കോട്ടുകാരനായത് കാരണം കോഴിക്കോട് നാടകവേദിയെ തന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. കോഴിക്കോട് ഉള്ളതല്ല, പിന്നീട് എനിക്ക് കോഴിക്കോടിന് പുറത്തോട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള സൗഹൃദവും ഡോക്ടർ സാംകുട്ടി പട്ടംകരിയെ പോലെ ആളൊക്കെ ഉള്ള സൗഹൃദം, പുള്ളിയുടെ ശിഷ്യത്വത്തിലൊക്കെ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യവും കിട്ടിയ കാരണം അതിൽ കൂടുതൽ അതുകൊണ്ട് ഞാൻ ഒരു പെർട്ടിക്കുലർ സ്ഥലത്തെ നാടകവേദി എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ ബാലുശ്ശേരി മുതൽ കോഴിക്കോട് നഗരങ്ങളിലെ നാടക പ്രവർത്തനങ്ങൾ വരാൻ ഒട്ടൊക്കെ സഹായിച്ചിട്ടുണ്ട്. നാടകം ചെയ്യാൻ ഉദ്ദേശമുണ്ട്. ഇനിയും സിനിമ കിട്ടുമ്പോൾ സിനിമ ചെയ്യാൻ, നാടകം ചെയ്യണം തന്നെ, ചെയ്ത് മുന്നോട്ട് പോകണം തന്നെയാണ്. അത് നാടകം ചെയ്യണമെന്ന് ആലോചനയുണ്ട്. അതിന്റെ സ്ക്രിപ്റ്റ് പരിപാടികൾ നടക്കുന്നുണ്ട്. സുൽത്താൻ എന്നുള്ളൊരു സിനിമ തന്നെയായിരുന്നു ആദ്യത്തെ ഒരു ഫ്രെയിമിലേക്ക് വരുന്നത്. എങ്ങനെയായിരുന്നു സുൽത്താനിലേക്കുള്ളൊരു എത്തിച്ചേരലും? അപ്പോൾ ഫസ്റ്റ് തന്നെ ക്ലാപ്പ് വീഴുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? ഡയലോഗുകളൊക്കെ ആയിട്ടും ബന്ധപ്പെട്ട് ഒരുപാട് സജീവമാകാൻ സാധിച്ചിരുന്നു ആ ഒരു സിനിമയിലൂടെ? സുൽത്താനിലൊരു കോ റൈറ്റർ ജയൻ ശിവകരം, മനോരമയിലെ ജേർണലിസ്റ്റ് ആണ്. പുള്ളി ആയിരുന്നു തന്നെ
അതിലോട്ട് വെച്ചത്. പിന്നെ അത് എൻ്റെ 2-3 സുഹൃത്തുക്കൾ പ്രൊഡക്ഷൻ സൈഡിലും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെയാണ് അസോസിയേറ്റ് ആയിട്ട് ഒരു മജീദ് ഖാൻ, അങ്ങനെ മനോജ് ഏട്ടൻ എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ അവരെല്ലാം ഇതായിരുന്നു. ശ്രീപാദ് സാർ എനിക്ക് നേരത്തെ ഒരു പരിചയം ഉണ്ടായിരുന്നു പുള്ളിയെ. അപ്പം അങ്ങനെ എല്ലാം കൂടിയാണ് അതിലോട്ട് എത്തിയത്. പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ വന്ന ഉടനെ സ്ട്രീറ്റ് കയറി തിയേറ്റർ തന്നെയാണ് ആ സിനിമയിൽ ചെയ്തുകൊണ്ടിരുന്നത്. ആക്ച്വലി അത് പിന്നീട് അതിലൊരു മാറ്റം സെക്കൻഡ് പടമാണ് ശരിക്കും. പാലേരി മാണിക്യം എന്നൊരു പടം ആണ് എന്നെ സംബന്ധിച്ച് ഒരു തിര അഭിനയം എന്നുള്ള ഇതിലേക്ക് നമ്മളെ, അത് തിയേറ്ററിൽ നിന്ന് ഡ്രാമയിൽ നിന്ന് എങ്ങനെ ഇതിലോട്ട് മാറുമ്പം എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്താന്നുള്ളത് നമുക്കൊരു ഒരു ബാലപാഠം എന്ന രീതിയിൽ ശ്രീ മുരളി മേനോൻ, നമ്മുടെ ഇപ്പോഴത്തെ കടൽ ചേർന്ന ശ്രീ രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ വന്ന 11 days ആക്ടിംഗ് വർക്ക്ഷോപ്പ്, അതിലും നമുക്ക് ഒരു ദിവസം പങ്കെടുത്തിരുന്നു. അങ്ങനെ ഓരോ ദിവസവും ഓരോ സെലിബ്രിറ്റികളെ മുന്നിൽ പെർഫോം ചെയ്യണം. അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക്, അതാണ് ബേസ് എന്ന് പറഞ്ഞാൽ ആക്ടിങ്ങിന്റെ, സ്ക്രീൻ ആക്ടിങ്ങിന്റെ ബേസ് എന്നെ സംബന്ധിച്ച്. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പാലേരി മാണിക്യം, ആ ഒരു സിനിമയും സുധി എന്നൊരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മമ്മൂട്ടിയുടെ കൂടെ തന്നെയായിരുന്നു. അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു ജേണലുള്ള ഒരു സിനിമ തന്നെയാണ്. ഈ നാടകത്തിനൊക്കെ കൂടുതൽ ഒരു സ്വാധീനമുള്ളൊരു വേഷങ്ങളായിരിക്കും ആ ഒരു സിനിമയിലൊക്കെ നമ്മൾ കണ്ടിരുന്നത്. കുറച്ചു കാലം മുമ്പുള്ളൊരു കഥകൾ വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പഴയൊരു ഭാവമൊക്കെ. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു സെലക്ഷനൊക്കെ? കാരണം അതിലെ സെലക്ഷൻ്റെ സമയത്ത് തന്നെ ഒരുപാട് ആളുകളെ സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ നടത്തി തന്നെയാണ് സെലക്ഷൻ നടത്തിയെന്നുള്ളൊരു സിനിമ വിശേഷം ഉണ്ടായിരുന്നു. ഉണ്ട്. ആ സമയത്ത് അങ്ങനെ ഞങ്ങൾ കൃത്യമായി സ്ക്രീൻ ചെയ്തിട്ടാണ് എടുത്തിരുന്നത്. പെർഫോമൻസ് അവരുടെ മുന്നിൽ പെർഫോം ചെയ്ത് കണ്ടതിന് ശേഷമാണ് ഓരോ ആക്ടേഴ്സിനെ എടുത്തത്. 30ഓളം ആക്ടേഴ്സിനെ അങ്ങനെ കോഴിക്കോട് നാടകവേദിയിൽ നിന്നാണ് എടുത്തത്. അതിലോട്ട് അതിൽ കൃത്യമായിട്ടുള്ള ഓഡിഷൻ പ്രോസസ് ഉണ്ടായിരുന്നു. പിന്നെ അതിൽ ഒബിയസ്ലി നമ്മുടെ ഫിഗർ, അതിൽ ക്യാരക്ടറുമായിട്ട് മാച്ച് ചെയ്യുന്ന ഫിഗേഴ്സ് എന്തായാലും ഇമ്പോർട്ടൻസ് ഉണ്ടാവുമല്ലോ. അത് രണ്ടുകൂടി ഫാക്ടറായിട്ട് കാണും ആ സമയത്ത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ കഥാപാത്രങ്ങളെയൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെതായിട്ടുള്ളൊരു വ്യത്യസ്തത നോക്കി തന്നെയാണോ സുധി സെലക്ട് ചെയ്യുന്നത്? അതോ തനിക്ക് വരുന്ന ക്യാരക്ടേഴ്സൊക്കെ തൻ്റെതായ രീതിയിൽ പൊലിപ്പിക്കാൻ വേണ്ടി മാത്രമാണോ ശ്രമിക്കാറുള്ളത്? എന്നെ സംബന്ധിച്ച് അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണല്ലോ കാതലിലെ ഒരു മുഴുനീള വേഷം എന്നുള്ളത്. അങ്ങോട്ട് സെലക്ഷൻ പ്രോസസ്സിലോട്ട് പോകേണ്ട ഘട്ടമായിട്ടില്ല. ഇപ്പൊ നരിവേട്ടയിൽ ചെയ്തതും വേറെ ഏകദേശം കാതലിലെ തങ്കന്റെ ലുക്കിൽ പിടിച്ചിട്ടുള്ള ക്യാരക്ടർ തന്നെ. അപ്പൊ ടൊവിനോയുടെ അമ്മാവനായിട്ട് അത് എനിക്ക് തോന്നുന്നത് ഒരു ഡിഫറൻസ്, സ്ലാങ്ങിൽ കുറച്ച് മാറ്റം, ആലപ്പുഴ സ്ലാങ്ങിലാണ് സംസാരിക്കുന്നത് എന്നുള്ളത് മാത്രം. ബാക്കി നമ്മുടെ ഈ ബോഡി ലാംഗ്വേജിൽ പരമാവധി കുറച്ചെങ്കിലും ഒരു മാറ്റം വരുത്താനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ വർക്കൗട്ട് ആയിട്ടുള്ള അറിയില്ല. ഇപ്പം നമ്മുടെ മുന്നിൽ വരുന്ന ക്യാരക്ടേഴ്സ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നും ഡിഫറെന്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ട്. അത് നമ്മളങ്ങനെ എക്സ്പീരിയൻസ് ഇത് പോയാലേ പെട്ടെന്ന് ഒറ്റയടിക്ക് ചിലപ്പം ഒരു മാറ്റം എന്നുള്ളത് സാധ്യമല്ല. അതിപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ ഓരോരോ എക്സ്പീരിയൻസിൽ മുന്നോട്ട് പോകുന്ന വഴികളിൽ നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളെ മാറ്റി ചെയ്യുക എന്നാണ് എൻ്റെ ഉദ്ദേശം. കാതലിലെ തങ്കനെന്നൊരു നമുക്കറിയാം ഒരു ശാന്തസുന്ദരനായ ഒരാൾ, അതാണ് ആ ഒരു സിനിമയിലെ ഒരു അട്രാക്ഷനായി മാറിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് സുധിയും അത്തരത്തിലുള്ള ഒരു ശാന്ത സ്വഭാവമുള്ള ആൾ തന്നെയാണോ? ഈ ഒരു അഭിനയവും സെറ്റുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ്? ഞാൻ ഭയങ്കര ടോക്കറ്റീവ്. പ്രത്യേകിച്ച് സെറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ സ്ഥലത്തൊതുങ്ങി ഇരിക്കില്ല, അതൊന്നും നടക്കും. ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. എനിക്കങ്ങനെ കാതലിലെ തങ്കൻ മാത്രമാണ് അങ്ങനെ. ഞാൻ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഈ ഒരു തങ്കനായിട്ട് അഭിനയിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കഥാപാത്രത്തെ എടുത്തു കാണിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ സിനിമ കണ്ടു കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു മമ്മൂട്ടി കരയുന്നതൊക്കെ കാണുമ്പോൾ നമുക്കും അതിൻ്റെ കൂടെ തന്നെ ഒരു വിതുമ്പലായിരിക്കും. അതേപോലെ തന്നെയാണ് തങ്കൻ്റെ ഓരോ സീനുകളും. പക്ഷെ തങ്കൻ പറയാതെ ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ പറയുന്നുണ്ട്. മമ്മൂട്ടിയുടെ ആ വേഷമാണെങ്കിൽ പോലും ഒരുപാട് കഥകൾ അതിലൂടെ പറയുന്നുണ്ട്. ഈ ഒരു കഥയൊക്കെ വായിച്ചു കഴിഞ്ഞ് അഭിനയിച്ചു തുടങ്ങി, അല്ലെങ്കിൽ അഭിനയിച്ചു കഴിഞ്ഞ് സിനിമ വന്നതിന് ശേഷം എന്താണ് ഒരു സുധിയിലുണ്ടായ ഒരു വ്യത്യാസം? എന്നിലും ഏറ്റവും വലിയ ഇതെന്താ, നമ്മൾ ഇത്രയും കാലം നമ്മൾ ഒരു പോകുന്ന വഴികളിൽ നമ്മൾ ഓരോന്ന് വെച്ചത് അത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണല്ലോ ചെയ്യുക. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ ക്യാമറയ്ക്ക് മുന്നിലെത്തുമ്പോൾ നമ്മളെ ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നു. അപ്പം തീർച്ചയായും സംവിധായകന്റെ സഹായത്തോടെ സംവിധായകൻ പറയേണ്ട കാര്യ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ചെയ്യുന്നു. അത് സക്സസ് ആവുന്നു എന്നുള്ളത് ഒരു നടനെ സംബന്ധിച്ച് അയാളെ ആത്മവിശ്വാസം വല്ലാതെ ഉയർത്തുന്ന ഒരു ഇതാണ്. നമ്മൾ ചെയ്തത് റൈറ്റ്, ഏകദേശം
നമ്മുടെ ഇൻ ബിറ്റ്വീൻ ഷൂട്ടിങ്ങിന്റെ ഇൻ ബിറ്റ്വീൻ ഒക്കെ നമുക്ക് റെസ്പോൺസ് കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഒരു നടൻ അപ്ലിഫ്റ്റ് ആവുക എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ നല്ല റിയാക്ഷൻസും നല്ല പ്രൊട്ടക്ഷൻ അയാളും ഐ മീൻ നല്ല റിയാക്ഷൻസ് തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞ കാതലിലെ ഓരോ വ്യക്തികളും കാതലിന്റെ സെറ്റിലുള്ള നമ്മളെ മൊട്ടുസൂചി എടുത്ത് വെക്കുന്ന ഒരാൾ വരെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, മെന്റലി സഹായിച്ചിട്ടുണ്ട്, ഭയങ്കര സപ്പോർട്ട് തന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്പേസ് ആണ് ഒരു ആക്ടർ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ശരിക്കും തീർച്ചയായും ജിയോ ബേബിയുടെ സെറ്റിൽ അങ്ങനെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് ഒരുപാട് അനുകൂല ഘടകമായിരുന്നു. അത് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു കലാകാരൻ ആ ഒരു കഥാപാത്രത്തിൻ്റെ സ്വഭാവമോ അല്ലെങ്കിൽ രീതിയോ ഒന്നും പ്രത്യേകിച്ച് നോക്കാറില്ല എന്ന് തോന്നുന്നു. ഈ ഒരു കഥാപാത്രം ചെയ്തപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് കമൻസ്, ഇപ്പോൾ ഈ അവാർഡ് മാത്രമല്ല അതിനു മുന്നേ തന്നെ സിനിമ പലതരത്തിൽ പല കോണുകളിൽ ചർച്ചയായിട്ടുണ്ടാവും, അത്തരത്തിൽ എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടോ? എനിക്ക് പേഴ്സണലി നേരെ മുന്നിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. പിന്നെ എവിടെയെങ്കിലും ഞാൻ കണ്ടാൽ അതിനെ ഞാൻ നെഗ്ലക്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ അങ്ങനെ അത് എന്റെ നേരെ മുന്നിൽ വന്നിട്ട് ഒരാളും അങ്ങനെ പറഞ്ഞിട്ടും അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല ഇതുവരെ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ആക്ടിംഗ് വർക്ക്ഷോപ്പിൽ ഒരു അതിഥിയായി പോയപ്പോൾ അവിടെ പറയുന്നത് കേട്ടു ഒരു കക്ഷി, അവിടെ അവന്റെ ഫ്രണ്ട്സും സംസാരിക്കുമ്പോൾ എന്നെ ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ടുപോകുന്നു. അപ്പൊ സമയത്ത് ഫ്രണ്ട്സ് പറഞ്ഞു ഞാൻ ഗേ ആണ്, നീ സംസാരിക്കാതെ എവിടെ ഇരുന്നോന്നൊക്കെ പറഞ്ഞു എന്നുള്ളൊരു അനുഭവം അവൻ പറഞ്ഞത് ഓപ്പൺ ആയിട്ട് അവൻ പറഞ്ഞതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്നുള്ളത് അപ്പം മനസ്സിലാവുമല്ലോ. അപ്പം എനിക്ക് നേരിട്ടൊരു അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടില്ല. ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ അത് തന്നെയാണ് ഈ ഒരു സിനിമയിലേക്കും ജിയോ ബേബി തങ്കൻ അല്ലെങ്കിൽ തങ്കൻ എന്നൊരു കഥാപാത്രം നൽകാമെന്നുള്ള ഒരു ഉറപ്പിലേക്ക് ഇത്രയും അധികം യാത്ര നടത്തിയത്. ജിയോ ബേബി എന്നൊരു സംവിധായകനെ എങ്ങനെയാണ് തങ്കനല്ല സുധിയായിട്ട് ഓർക്കുന്നതും ആ സുധീന്റെ ഒരു ബന്ധം? അല്ല, ജിയോ ഞാൻ കണ്ട ഏറ്റവും നല്ല മനുഷ്യന്മാരിൽ ഒരാളാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള വളരെ ഓപ്പൺ ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് വളരെ നമുക്ക് വിശ്വസിക്കാവുന്നതായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഞാൻ പലപ്പോഴും ജിയോ എൻ്റെ റോൾ മോഡലാണ് പല കാര്യങ്ങളിലും. നമ്മൾ പല ഇങ്ങനെ ഈ കുനിഷ്ട് സ്വഭാവമൊക്കെ ഇങ്ങനെ വരുന്നു പൊങ്ങി വരുമ്പോൾ ഞാൻ ജിയോയെ കുറിച്ചാണ് ആലോചിക്കാറുള്ളത്. ജിയോ വ്യക്തിപരമായിട്ട് നേരത്തെ ഞാൻ ഡയറക്ടർ എന്ന നിലയ്ക്ക് അല്ല തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അത് സംവിധാനവും കൂടി വരുമ്പം നമ്മളായിട്ട് വേറെ രീതിയിൽ ഭയങ്കര സിങ്ക് ആവുക, നമുക്ക് ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അത് തന്നെയാണ് അത് ഞാൻ പറയുന്ന ഒരു ആക്ടർ വലിയൊരു ഭാഗ്യമാണ്. അങ്ങനെയുള്ള ഡയറക്ടറെ കിട്ടുക അല്ല അങ്ങനെ ഒരു വ്യക്തിയെ മണി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ് അത്. അപ്പം ജിയോനെ സംബന്ധിച്ച് അങ്ങനെയാണ്, വലുതാണ്. ഈ ഒരു സിനിമയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡബ്ബിംഗ് ആണ്. നമുക്ക് സാധാരണ ഒരു ഭാഷയല്ല, എനിക്ക് തോന്നുന്നു കോട്ടയം ആ ഒരു സൈഡിലൊരു ലാംഗ്വേജ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതെങ്ങനെയായിരുന്നു ബാലുശ്ശേരിക്കാരനായ സുധി എങ്ങനെ ചെയ്തതൊക്കെ? അത് കോട്ടയം എന്നുള്ളത് ആദ്യം ജിയോനോട് പറഞ്ഞു കോഴിക്കോട് നിന്നൊന്ന് ഇറങ്ങിത്തരണം എന്നുള്ളതായിരുന്നു ഈ ക്യാരക്ടർ ചെയ്യാൻ. അപ്പൊ ഞാൻ അത് ഇറങ്ങാമെന്ന് പറഞ്ഞു. മറുപടിയൊക്കെ അങ്ങനെ ഞാൻ കോഴിക്കോട് നിന്ന് ഇറങ്ങിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നേരത്തെ ഞാൻ സെറ്റിൽ പോയി ജോയിൻ ചെയ്തു. അതിൽ മിക്കവാറും കോട്ടയം സംസാരിക്കുന്ന കുറെ പേരുണ്ടായിരുന്നു. അപ്പൊ നേരത്തെ ഷൂട്ട് തുടങ്ങുന്നതിന്റെ 3-4 ദിവസം മുന്നേ അവർ കൂടെ ജോയിൻ ചെയ്തിരുന്നു. ഇത് സിങ് സൗണ്ട് ആയിരുന്നു. പിന്നെ എനിക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ചില വേർഡിങ്സ് അവർ മനഃപൂർവ്വം കട്ട് ചെയ്ത് ഒഴിവാക്കുകയും ചെയ്തു. അപ്പം പൊതുവെ പിന്നെ ഇതിന് ഡയലോഗ് കുറവാണല്ലോ. അങ്ങനെ എന്തോ അങ്ങനെ എല്ലാം കൂടി അങ്ങനെ ഒരു തരത്തിൽ ലാൻഡ് ചെയ്തത്. എനിക്ക് തോന്നുന്നപ്പോഴും ഒരു മറ്റൊരു ദേശത്തെ ഭാഷ കൃത്യമായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പണിപ്പെട്ടൊരു ജോലിയാണ്. കാരണം നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്കി ഇമോഷൻ പോകും. ഇമോഷനിലേക്ക് കയറി വരുമ്പോൾ ചിലപ്പോൾ നമ്മുടേതായിട്ടുള്ള സ്ലാങ് കയറി വരാൻ ചാൻസ്. ഇപ്പൊ ഈ ഒരു അവാർഡ് കിട്ടിയതിന്റെ സന്തോഷം നമുക്ക് കോട്ടയം സ്ലാങ്ങിൽ ഒന്ന് പറഞ്ഞു തരാൻ പറ്റും? ഒത്തിരി സന്തോഷം. ഇനി കോഴിക്കോടിന്റെ ഭാഷയിൽ എങ്ങനെയായിരിക്കും അപ്പോൾ? ഒരുപാട് സന്തോഷം. പിന്നെ പോരെ. ഓക്കെ, ഇനിയിപ്പോ പുതിയ പ്രൊജക്ടുകളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? നരിവേട്ടയാണ് ഇപ്പൊ എന്റെ പോർഷൻസ് കഴിഞ്ഞു. ടൊവിനോ ആയിട്ടുള്ള അത് വലിയൊരു സന്തോഷമുള്ള സെറ്റ് ആയിരുന്നു. ടൊവിനോ എനിക്ക് വേറൊരു സങ്കടം പെട്ടെന്ന് എനിക്ക് അവാർഡ് കിട്ടിയെന്നാണ് ടൊവിനോയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. അത് എനിക്ക് അന്ന് ഞാൻ കണ്ടില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞ ശേഷമാണ് കാണുന്നത്. കുറെ ഫോൺ കോൾസ് ഒക്കെ വരുന്ന കാരണം ഞാൻ ആ മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ അതേ
എനിക്ക് എന്തൊക്കെയോ ഭയങ്കര ടെൻഷൻ. കാരണം നരിവേട്ടിൽ പോയിട്ട് എനിക്ക് ഒരുപാട് ഇതുപോലെ എനിക്ക് വലിയൊരു ഇഷ്ടം തോന്നിയൊരു നടൻ കൂടിയാണ് ടൊവിനോയായിട്ട് ഉണ്ടായ ഒരു ആ മൊമെന്റ്സ് അതെന്നെ നമ്മൾ ഭയങ്കര കാര്യം. വ്യക്തി അല്ലെങ്കിൽ വലിയ നല്ല മനുഷ്യൻ കൂടിയാണ്. കാരണം എന്താ ഈ മെസ്സേജ് എനിക്ക് മറുപടി അയക്കാൻ പറ്റാത്ത ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ അങ്ങനെ ടൊവിനോയ്ക്ക് അയച്ചാൽ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് എന്തൊക്കെയോ ആവുന്നു. പിറ്റേ ടൊവിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു, ചേട്ടൻ എന്തെങ്കിലും മേടിക്കും. ഞാൻ അങ്ങനെ ടെൻഷൻ അടിക്കണ്ട, ഞാൻ അവാർഡ് കിട്ടി ചേട്ടൻ അയച്ചു, അത്രയുള്ളൂ, എനിക്കറിയാലോ, തിരക്കൊക്കെ അറിയാലോ എന്ന് പറഞ്ഞു. അപ്പൊ ഒത്തിരി സന്തോഷമായി. അങ്ങനെ നരിവേട്ടയാണ്. ഇനി പിന്നെ ഉള്ളത് ഷാഹി കബീറിന്റെ ഷൂട്ട് തുടങ്ങാൻ പോകുന്ന പടം റോന്ത് എന്ന് പറയുന്നത്. ഈ ഒരു മലയാളം മാറി മറ്റു ഭാഷകളിലേക്കുള്ള ഒരു അവസരങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടോ? അങ്ങനെ ആദ്യം തമിഴിലെ കാര്യമൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലേക്കൊന്നും കൃത്യമായി ലാൻഡ് ചെയ്തിട്ടില്ല. തമിഴ് എനിക്ക് അത്ര വശമല്ല. മനസ്സിലായി. മറ്റൊരു കാര്യം, ഈ ഒരു സീരിയസ് കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഈ കോമഡി ആ ഒരു രീതിയിലേക്കൊന്ന് മാറി ചിന്തിക്കുന്നൊക്കെ ഉണ്ടോ? കാരണം ഇനിയിപ്പോൾ ഒരുപാട് അവസരങ്ങൾ വരും, പുരസ്കാര ജേതാവ് കൂടി ആയതുകൊണ്ട് ആ ഒരു ജേണലുള്ള ഒരു കഥാപാത്രങ്ങൾ മാത്രമാണോ വരുക എന്നുള്ളൊരു ആശങ്കയുണ്ടോ? എന്നെ സംബന്ധിച്ച് ഞാൻ കോമഡി ചെയ്തിട്ടുള്ള കാര്യമാണ് കൂടുതൽ സ്ക്രീനിൽ വന്നിട്ടുള്ളത്. ഈ സിനിമയിൽ എടുത്ത് പറയത്തക്ക അങ്ങനത്തെ വേഷങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ ചെയ്ത ഒരു ഷോർട്ട് ഫിലിമൊക്കെ മുന്നേ ഭയങ്കര വൈറലായിട്ടൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ അത് കോമഡി ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ജിയോ എങ്ങനെയാണ് എന്നെ ഈ ഒരു ഫ്ലേവറിലോട്ട് കാസ്റ്റ് ചെയ്തതെന്ന് ഞാൻ പിന്നീട് ചിന്തിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പം കോമഡി ആണ് ജിയോ കണ്ട ഒരു ഷോർട്ട് ഫിലിം എൻ്റെ. അങ്ങനെ നേരെ അഗൈൻസ്റ്റ് കോമഡി വന്നെങ്കിൽ ഞാൻ നല്ല കോൺഫിഡൻ്റ് അത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പം അതിനുള്ള അവസരം വരും എന്ന് പ്രതീക്ഷിക്കുക. അതാ ഞാൻ പറഞ്ഞത്, അത് നമ്മൾ പോകുന്ന മുന്നോട്ടുള്ള വഴികളിൽ എവിടെയെങ്കിലും വീണ്ടും കിട്ടും എന്ന് വിചാരിക്കുന്നു. ഞാൻ 2-3 പേരോടൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു കോമഡി ചെയ്യുന്ന ഇതൊക്കെ ഉണ്ട്, ഞാൻ അയച്ചത് ആക്ടർ പറഞ്ഞ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് സംഭവിക്കുന്ന അറിയില്ല. തീർച്ചയായും ഈ ഒരു കഥാപാത്രങ്ങളെയൊക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നാടകത്തിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ് സിനിമയിൽ അഭിനയിക്കുമ്പോൾ. ഇപ്പോൾ ഇത്രയധികം സിനിമ ചെയ്ത ഒരാളോട് അത് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമില്ല. എന്നാൽ പോലും നാടകത്തിലൂടെ അറിയപ്പെടുന്നതാണോ സിനിമയിലൂടെ അറിയപ്പെടാനാണോ കൂടുതൽ ഇഷ്ടം? എനിക്ക് നല്ലൊരു അഭിനേതാവായിട്ട് അറിയപ്പെടാനാണ്. അത് നാടകത്തിലായാലും സിനിമയിലായാലും. തീർച്ചയായും നാടകത്തിനൊരു മാറ്റം, അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ വേദികൾ കുറച്ചുകൂടെ കുറഞ്ഞു എന്നുള്ളൊരു രീതി ഉണ്ടോ നാടകത്തിന്? നാടകത്തിന് വേദികൾ കുറഞ്ഞിട്ടൊന്നുമില്ല, നാടകം നടക്കുന്നുണ്ട്. പിന്നെ കമ്പാരിറ്റീവ്ലി എന്താ പറയുന്ന, അതെനിക്ക് അത്ര ഞാൻ സ്റ്റഡീഡ് അല്ല. അത് കേരളത്തിൽ പുറത്തോട്ടാ കൂടുതൽ നാടകങ്ങൾ സീരിയസ് ആയിട്ട് പോകുന്നതെന്ന് തോന്നിയിട്ടുണ്ട് ഇടയ്ക്കൊക്കെ. കുറച്ചുകൂടി ഇപ്പൊ സജീവമായിട്ട് പിന്നീട് വരുന്നു. കേരളത്തിൽ നല്ല പ്രൊഡക്ഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ നാടകം നടക്കുന്നുണ്ട്. കേരളത്തിൽ മാറ്റമുണ്ട്. നമുക്കൊരു സ്ഥാപനമുണ്ടല്ലോ, സ്കൂൾ ഡ്രാമ, അതൊക്കെ ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങളുണ്ട്. കൂടാതെ അമേച്ചർ നാടകവേദിയും സജീവമാണ്. അപ്പോൾ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? കാരണം തങ്കനായി ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു സ്തുതിയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. ദയവേദി മുഖം മറക്കരുത്. മുന്നോട്ടുള്ള അവസരങ്ങളിൽ എനിക്ക് പ്രാർത്ഥനയും എല്ലാവിധ സപ്പോർട്ടുകളും തരിക, കൂടെ ഉണ്ടാവുക. ഓക്കെ, ഇനി ഒരു ചെറിയൊരു ചോദ്യം കൂടെ. കാരണം ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സിനിമാ ലോകത്താകെ പുകഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്താണ് ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരു സുധിയുടെ ഒരു അഭിപ്രായം? അല്ല, ഞാൻ പറഞ്ഞു, ഞാൻ സിനിമയിൽ കൂടുതൽ വലിയ വേഷങ്ങൾ ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വേഷമാണ് ത്രൂ ഔട്ട് ഒരു ദിവസം അല്ല ഒരു കൂടുതൽ ദിവസങ്ങൾ സെറ്റിൽ ചെലവഴിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുള്ളത്. ബാക്കിയുള്ള എന്നൊക്കെ ഞാൻ ചിലപ്പോൾ 1-2 ദിവസമൊക്കെ വർക്ക് ചെയ്താൽ പോവുകയാണ് ചെയ്യില്ല. സിനിമയ്ക്കുള്ളിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഇപ്പോഴാണ് സിനിമയ്ക്ക് ഉള്ളോട്ട് വന്ന് ഇന്നായി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. എനിക്ക് അതിന്റെ സാഹചര്യങ്ങളെ കുറിച്ച് കൂടുതൽ അറിയില്ലെന്നുള്ളതാണ് സത്യം. ഞാൻ കൂടുതൽ നമ്മൾ നാടക ദിവസം നടക്കുകയാണ്, കുറേ ദിവസം ഒരുമിച്ച് ഒരു ദിവസം അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അതുപോലൊരു കൂടുതൽ ഒരു ദിവസം ഒരുമിച്ച് ഉണ്ടാകാനുള്ള സാഹചര്യം ഈ കാതലിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവിടെ എനിക്ക് ഞാൻ പറയില്ല വലിയ കംഫർട്ടായിട്ട് അങ്ങനെ അവിടെ ജിയോയുടെ ഏത് സെറ്റും എനിക്ക് അങ്ങനെ അവിടെ എനിക്ക് അത്ര അനുഭവങ്ങളൊന്നുമില്ല. ചില ആർക്കും ഉണ്ടായിട്ട് കേട്ടിട്ടില്ല. ബാക്കിയുള്ള പിന്നെ പൊതുവിലിരിക്കുന്ന ഏത് മേഖലയിലും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അത് സിനിമ എന്ന് മാത്രമല്ല, എല്ലാ മേഖലകളിലും പ്രശ്നങ്ങളും ഉണ്ടാവും. ഏത് തൊഴിലിടങ്ങൾ പരിശോധിച്ചാലും ഉണ്ടാവും എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പോൾ വളരെയധികം നന്ദി സി പോസ്റ്റിൽ അതിഥിയായി എത്തിയതിൽ. നമുക്കറിയാം ഇനിയും ഒരുപാട് സിനിമകൾ, ഒരുപാട് അവാർഡുകൾ സുയെ തേടിയെത്തട്ടെ. നന്ദി. താങ്ക് യു സോ മച്ച്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ്.
എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.